സനാതനധർമ്മത്തിന് അടിത്തറ പാകിയത് ശ്രീനാരായണ ഗുരുവാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് മഹത്തായ മുദ്രാവാക്യമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭാവിയിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രീനാരായണ ഗുരു മുന്നിൽ നിന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി MP രാജേഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നുവെന്നും സ്നേഹമാണ് ഏറ്റവും വലിയ വിശ്വാസമെന്ന് ഗുരു പഠിപ്പിച്ചുവെന്നും ശിവഗിരിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് മഹത്തായ മുദ്രാവാക്യമാണ്. ഭാവിയിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ മുന്നിൽ നിന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതെല്ലാം നമ്മെ പ്രചോദിപ്പിച്ചതാണ്. ആ പ്രചോദനം ഇനിയും തുടരും. മനസ്സിന്റെയും ശരീരത്തിന്റെയും കേന്ദ്രമാണ് ശിവഗിരി. സനാതന ധർമ്മത്തിന് അടിത്തറ പാകിയത് ശ്രീനാരായണ ഗുരുവാണെന്നും 93ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഉപരാഷ്ട്രപതി പറഞ്ഞു. After so many years, our Narayana Guruji has taught us a great revolutionary thoughts, a spiritual thoughts that is inspiring the society even today, and it will be inspiring the society for many more years. So 4 books we have released today that resoundly stating that Narayana Guru's preachings will be researched, followed and practiced by the humanity for many centuries to come. എല്ലാ കാലത്തെയും മാതൃകയാണ് ശ്രീനാരായണ ഗുരുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. രാജ്യത്തിന് ഒരുപാട് മഹാത്മാക്കളെ നൽകിയ നാടാണ് കേരളം. മനുഷ്യത്വം എന്ത് എന്ന് പറഞ്ഞു നൽകിയവരാണ് ഈ ഗുരുക്കന്മാരെല്ലാമെന്നും ഗവർണർ പറഞ്ഞു. Shri Narayan Guru has been an icon for all of us, not only for yesteryears, not only for present times, but even for the future to be followed. Narayan Guru's principles, teachings, and his practices have been the guiding force of our today's society. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശശി തരൂർ MP അടക്കമുള്ളവർ പങ്കെടുത്തു. രാവിലെ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെയാണ് ഈ വർഷത്തെ ആഘോഷത്തിന് തുടക്കമായത്. ജനം, തിരുവനന്തപുരം.